ഹരേ കൃഷ്ണ. തിരുപ്പാവൈ പാസുരം 18. ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ രാധാറാണിയുടെ സഹായം വേണം. രാധാറാണി ഒരു ഭക്തനെ നേരിട്ട് തിരഞ്ഞെടുത്താൽ ആ ഭക്തനെ വേണ്ടെന്ന് വയ്ക്കാൻ ഭഗവാന് സാധിക്കില്ല. ഈ സംസാര ലോകത്തിൽ ഭഗവാനിൽ നിന്ന് വേർപെട്ട മനസ്സ് അത് ഭഗവാനിൽ ദൃഢമാക്കി മാറ്റാനാണ് രാധാറാണി നമ്മളെ സഹായിക്കുന്നത്. നന്ദഗോപരുടെ മകളായിട്ടുള്ള രാധാറാണി, ആ ഗോപിക, ആ രാധാറാണിയെ ഉണർത്തിയാലേ ഭഗവാനെ കിട്ടുകയുള്ളൂ. അങ്ങനെ ആ ഗോപികയെ ഉണർത്താനുള്ള ശ്രമത്തിലാണ് ആണ്ടാളമ്മയും ഗോപികമാരും. മദയാനയെപ്പോലും ചങ്ങല കൊണ്ട് തളച്ചിടാൻ കെൽപ്പുള്ള നന്ദഗോപരുടെ മരുമകളാണ് രാധാറാണി. കംസൻ പല പല അനുചരന്മാരെയും വൃന്ദാവനത്തിലേക്ക് പറഞ്ഞു വിടുകയാണല്ലോ കൃഷ്ണനെ ഇല്ലാതാക്കാനായി. കംസൻ നേരിട്ട് വരുന്നില്ല. അതിന് കാരണം നന്ദഗോപരെ ഭയമായിരുന്നു. അങ്ങനെയുള്ള അത്രയും വീരശൂര പരാക്രമിയായിട്ടുള്ള നന്ദഗോപരുടെ മരുമകളാകാൻ ഭാഗ്യം ലഭിച്ച ഗോപിക, അങ്ങനെയുള്ള ആ ഗോപികയുടെ ആ ഒരു മണം, മുടിയുടെ മണം, അതാണ് അവിടമാകെ. അതായത് കൃഷ്ണനും രാധാറാണിയും ഉറങ്ങുകയാണ്. ആ മുറിയുടെ പുറത്താണ് ആണ്ടാളമ്മയും സഖിമാരും നിൽക്കുന്നത്. ആ കതകിൻ്റെ അടുത്തെത്തുമ്പോൾ തന്നെ അവർക്ക് ആ ഗന്ധം കിട്ടുന്നുണ്ട്. കതക് തുറക്കൂ അമ്മേ എന്ന് പറയാണ് ആണ്ടാളമ്മ. രാധാറാണി ചോദിക്കും, നേരം വെളുത്തില്ലല്ലോ, നിങ്ങൾ എന്തിനാണ് ഇത്ര നേരത്തെ വന്നത്? അങ്ങനെ ചോദിക്കുമ്പോൾ ആണ്ടാളമ്മ പറയും, അതാ കോഴി കൂവി, ആ നികുഞ്ചത്തിലെ കുയിലിണകൾ അതാ പാട്ട് പാടുന്നു അമ്മേ. അമ്മ അത് കേൾക്കുന്നില്ലേ? കതക് തുറക്കൂ, കൃഷ്ണനെ ഞങ്ങളും കൂടി ഒന്ന് കണ്ടോട്ടെ, കൃഷ്ണനോടൊപ്പം ഞങ്ങളെയും ഒന്ന് സമയം ചെലവഴിച്ചോട്ടെ അമ്മേ, അതിനനുവദിക്കൂ. കൃഷ്ണൻ എന്ന ആ ആനന്ദം ആ ഗോപിക അത് അനുഭവിക്കുകയാണല്ലോ, അത് ഞങ്ങളും കൂടെ ഒന്ന് അനുഭവിച്ചോട്ടെ. ആ സാമീപ്യം ഞങ്ങൾക്കും കൂടെ തരൂ, വാതിൽ തുറക്കൂ ദേവി എന്ന് അഭ്യർത്ഥിക്കുകയാണ് ആണ്ടാളമ്മ. കുയിലിണകൾ ചലിക്കുന്നതും ഉണരുന്നതും എല്ലാം ചിലയ്ക്കുന്നതുമെല്ലാം ആ ഭഗവാനെ സ്മരിച്ചു കൊണ്ടാണ്. ഭഗവാനെ ഒരു കളിപ്പന്ത് പോലെ കയ്യിൽ കൂടി കൊണ്ടു നടക്കുകയാണ് ആ രാധാറാണി, ആ ദേവി. ഇങ്ങനെ കൊണ്ടു നടക്കാൻ സ്ഥാനമുള്ള ആ ദേവിയുടെ ആ കൈകളെ കുറിച്ച് പറയുന്നു. നിറയെ വളയിട്ടിട്ടുണ്ട്. ആ വളയുടെ കിലുക്കം കേൾക്കുന്നുണ്ട്. ആ ഉള്ളിൽ നിന്ന് ചെന്താമര പോലെ ഉള്ളങ്ങനെ ചുവന്ന് തുടുത്തിരിക്കുന്ന അങ്ങനെ കൈയുള്ള രാധാറാണി, വേഗം വരൂ, വന്ന് കതക് തുറക്കൂ. ആ കൃഷ്ണ സാമീപ്യം കിട്ടാനായിട്ട് ഞങ്ങളെയും സഹായിക്കൂ. പാപിയായ ഒരു ജീവാത്മാവ് ഭഗവാനെ സമീപിക്കുമ്പോൾ ഭഗവാൻ പറയും, ഇയാൾ ഇത്രയും പാപം ചെയ്ത ആളാണ്. അങ്ങനെ പറയുമ്പോൾ ദേവി പറയും, അങ്ങനെ അന്ന് ചെയ്തോട്ടെ, എന്നാലും ഇപ്പോൾ ഭഗവാനിൽ ആത്മസമർപ്പണം ചെയ്തിരിക്കുകയാണ് ആ ഭക്തൻ. എനിക്കറിയാം ആ ഭക്തനെ, അവൻ എന്നിൽ അഭയം കണ്ടെത്തിയ ഭക്തനാണ്. ദേവി അങ്ങനെ പറഞ്ഞാൽ പിന്നെ ഭഗവാന് നിരോധിക്കാൻ കഴിയില്ല. പാപം തീർന്ന് നമ്മൾ ഭഗവാനിലേക്ക് എത്തണമെങ്കിൽ ദേവിയുടെ അനുഗ്രഹം തീർച്ചയായും വേണം എന്ന് പറയാണ് ആണ്ടാളമ്മ. ഭഗവതിയിലൂടെ മാത്രമേ ഭഗവാനിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഹരേ കൃഷ്ണ.